नमस्ते बच्चों, इस वर्ष में हमारा किताबों में थोड़ा चेंज है। हमारा पहला पाठ स्वदेश प्रेम माखनलाल चतुर्वेदी ने लिखा है। स्वदेश प्रेम नामक कविता के रचयिता श्री माखनलाल चतुर्वेदी। माखनलाल चतुर्वेदी माखनलाल चतुर्वेदी इस कविता में देश प्रेम के बारे में बताती है। उनका जन्म मध्य प्रदेश में है। माखनलाल चतुर्वेदी का जन्म माखनलाल चतुर्वेदी जन्म मध्य प्रदेश में। उन्होंने कर्मवीर प्रभा और प्रताप आदि पत्रिकाओं का संपादन आ पत्रिकയിലെ പേപ്പേഴ്സിലെല്ലാം എന്തായിരുന്നു संपादन എഡിറ്ററായിരുന്നു ചെയ്തിട്ടുണ്ട്. പിന്നെ ദേശ് പ്രേം ത്യാഗ് അവർ ബലിദാൻ पर ആധാരിത അദ്ദേഹത്തിന്റെ കവിതകളിലെല്ലാം എന്താണ് ദേശ് പ്രേം ത്യാഗ് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ മുഖ്യമായി കാണുന്നത്. उन्हें पद्मभूषण അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. उनकी प्रसिद्ध रचनाएं हिमगिरीडिनी हिमतरंगिनी आदि इनकी पुष्प की अभिलाषा नामक कविता बहुचर्चित है. അദ്ദേഹത്തിന് വേറൊരു കൃതിയാണ് पुष्प की अभिलाषा. देखो सेवा भाव व देश प्रेम की कलियां माला में पिरोकर भारत माता के चरणों पर अर्पित करने का प्रयास इस गीत में किया गया है. എന്താണ് സേവാഭാവം എന്ന് വെച്ചാൽ നമ്മുടെ ദേശത്ത് ജോലി ചെയ്യാനുള്ള നമുക്ക് സേവനം ചെയ്യാനുള്ള നമ്മുടെ മനോഭാവം, പിന്നെ ദേശപ്രേം ദേശസ്നേഹം ഇതെല്ലാം എന്താണ് ഒരു പൂമട്ടിലെ മാല പോലെ കൊരുത്ത് ഭാരതമാതാവിൻ്റെ ചരണത്തിൽ പാദത്തിൽ സമർപ്പിക്കാനാണ് ഈ കവിതയിൽ നമ്മളിലൂടെ കവി പറയുന്നത്. भारत महिमा का गुणगान कविता का मुख्य स्वरूप है. देखो सेवा में तेरी भारत. देखो बच्चों सेवा में तेरी भारत तन मन लगाएंगे हम फिर स्वर्ग का सहोदर तुझको बनाएंगे हम. तुझसे जने अवर तूने ही पालन किया हमारा उपकार कितने करता क्या क्या गिनाएंगे हम. देखो सेवा में तेरी भारत तन मन लगाएंगे हम फिर स्वर्ग का सहोदर तुझको बनाएंगे हम. तुझसे जने और तूने ही पालन किया हमारा उपकार कितने करता क्या क्या गिनाएंगे हम. सेवा में तेरी भारत നമ്മുടെ ഭാരതത്തിന് വേണ്ടി സേവ ചെയ്യുക. തന്മൻ ലഗ എങ്ങനെയാണ് ശരീരവും മനസ്സും കൊണ്ട് നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമ്മൾ സേവനം ചെയ്യുക. ഫിർ സ്വർഗ കാ സഹോദർ തുജ്കോ ബനായെങ്കെ ഹം. വീണ്ടും നമ്മൾ അങ്ങനെ ആകും. അപ്പോൾ എന്താണ് ഈ ഭൂമിയിൽ അല്ലേ നമ്മുടെ ഭാരതത്തിലെ മക്കളെല്ലാം എന്താണ് ഒരേ സഹോദരങ്ങൾ അല്ലേ എന്നാണ് പറയുന്നത്. ഭാരതത്തിലെ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളങ്ങ് എന്താണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരെന്നാണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഫിർ സ്വർഗ കാ സഹോദർ തുജ്കോ ബനായെങ്കെ ഹം തുജ്സെ ജനെ അവർ തൂനെ ഹി പാലൻ കിയ ഹമാര. അവിടുന്ന് ഞങ്ങളെ എന്താണ് ഞങ്ങൾക്ക് ജന്മം തന്നു, ഞങ്ങളെ അവിടുന്ന് പാലിക്കുന്നു. ഉപകാർ കിതനാ കർത്ത ക്യാ ക്യാ ഗിനായെങ്കെ ഹം അല്ലേ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നാണ് പറയുന്നത്. देखो सेवा में तेरी भारत तन मन लगाएंगे हम फिर स्वर्ग का सहोदर तुझको बनाएंगे हम. तुझसे जने अवर तूने ही पालन किया हमारा उपकार कितने करता क्या क्या गिनाएंगे हम. देखो तो तेरे ऋणों का बोझ सर पर धरा हमारे करके प्रयत्न पूरा उसको चुकाएंगे हम. तेरे ऋणों का बोझ അവിടുത്തെ എന്താണ് കടങ്ങളുടെ ഭാരമെല്ലാം കൂടി സർപ്പർ എന്താണ് തലയിൽ ബോച്ച് മീൻസ് ഭാരം അത് തലയിൽ ചുമന്നിരിക്കുന്നു. കർക്കെ പ്രയത്ന പൂര ഉസ്കോ ചുക്കായെങ്കിൽ അന്നേരം എന്താണ് നമ്മൾ കഷ്ടപ്പെട്ട് അതിന് വേണ്ടുന്ന പ്രയാസം ഹാർഡ് വർക്ക് ചെയ്ത് അല്ല അതിന് വേണ്ടുന്ന എഫേർട്ട് എടുത്ത് അതെല്ലാം നമ്മളോട് അത് മാറ്റിയെടുക്കാൻ നോക്കുന്നു. തേരെ ലിയേ ജിയേങ്കെ തേരെ ലിയേ മരേങ്കെ എന്താണ് അവിടുന്ന് വേണ്ടി തേരെ ലിയേ ജിയേങ്കെ അവിടുന്ന് വേണ്ടി ജീവിക്കുന്നു, ഭാരതത്തിന് വേണ്ടി ജീവിക്കുന്നു, ഭാരതത്തിന് വേണ്ടി മരിക്കുന്നു.
तेरे लिए जिएंगे तेरे लिए मरेंगे तेरी ही सेवा में एक ജീവൻ വിതായെങ്കിൽ അല്ലേ തേരി ഹി സേവാമേ അവിടുത്തേക്ക് സേവ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ചിലവഴിക്കുന്നു तू स्वर्ग है हमारा तू सौख्य गृह हमारा तुझसे ही नाता नेह अब तो लगाएंगे हम तू स्वर्ग है हमारा तू सौख्य गृह हमारा तुझसे ही नाता नेह अब तो लगाएंगे हम എന്താണ് നമ്മുടെ ദേശം നമുക്ക് എന്തായിരിക്കും സ്വർഗമായിരിക്കും അല്ലേ തൂ സ്വർഗ ഹേ ഹമാര തൂ സൗഖ്യ ഗൃഹ നമ്മുടെ സൗഖ്യം അല്ലേ നമുക്ക് സന്തോഷം നമ്മുടെ നാട്ടിലോട്ടല്ലേ തിരിച്ചു വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വെളി നാട്ടിലാണെങ്കിൽ നമ്മൾ ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് തൂ സ്വർഗ ഹേ ഹമാര തൂ സൗഖ്യ ഗൃഹ ഹമാര തുജസേ കി നാത്താ നേഹ് അബ് തോ ലഗായേംഗേ ഹം അല്ലേ ആ ഒരു സ്നേഹം ആ നേഹ് മീൻസ് പ്യാർ नेह means प्यार അപ്പം ആ ഒരു സ്നേഹവും ബന്ധവും എങ്ങനെയാണ് അബ്തോ ലഗ എപ്പോഴും നമുക്ക് നമ്മുടെ ദേശത്തോട് ഉണ്ടായിരിക്കും देखो बच्चों सेवा में तेरी भारत तन मन लगाएंगे हम फिर स्वर्ग का सहोदर तुझको बनाएंगे हम तुझसे जने और तूने ही पालन किया हमारा उपकार कितना करता क्या क्या गिना लेंगे हम तेरे ऋणों का बोझ सर पर धरा हमारे करके प्रयत्न पूरा उसको चुकाएंगे हम तेरे लिए जिएंगे तेरे लिए मरेंगे तेरी ही सेवा में एक जीवन बिताएंगे हम तू स्वर्ग है हमारा तू सौख्य गृह हमारा तुझसे ही नाता नेह अब तो लगाएंगे हम प्यारे सुवन तिहारे फूट और मत के मारे बेहोश जो पड़ेगे उनको जगाएंगे हम प्यारे सुवन तिहारे फूट അതായത് നമ്മൾ എന്താണ് നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം അല്ലേ പെരുമാറാൻ അല്ലേ എന്താണ് നമ്മുടെ ദേശത്തിന് വേണ്ടി ഇപ്പോൾ പട്ടാളക്കാരാണെങ്കിലും എങ്ങനെയാണ് ശത്രുക്കൾ പിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താ ഉറങ്ങിയിരിക്കാൻ ഒക്കത്തില്ല അവർക്ക് എന്താണ് ഉണർന്നിരുന്നേ പറ്റൂ അപ്പം എന്താണ് ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്ന ഉടനെ നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്നേഹം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരിക്കലും എന്താണ് മടി പിടിച്ചിരിക്കാതെ അല്ലെ ഉറക്കം വരുന്നെന്ന് പറഞ്ഞൊന്നും കിടക്കാതെ പെട്ടെന്ന് ഉണർന്ന് അതിനു വേണ്ടി നമ്മൾ എന്താണ് പ്രവർത്തിക്കും ഏതിനു വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ശത്രുക്കളെ എല്ലാം അകറ്റാന് എന്നിട്ട് എന്താണ് ബേഹോഷ് ജോ പടേഗെ ഉൻകോ ജഗായേംഗെ ഹം परमेश अब हमें तुम पूरन पुनीत बल दो बिना बिन आपके सहारे कुछ कर न पाएंगे हम അല്ലയോ ഭഗവാനെ എന്താണ് അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി നൽകിയാലും ഏത് ശക്തി നൽകണമെന്നാണ് പറയുന്നത് നല്ലത് ചെയ്യുവാൻ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഉള്ള ശക്തി നൽകിയാലും അപ്പോഴേ ഞങ്ങളുടെ എന്താണ് ജീവിതം പൂർണ്ണമാകുകയുള്ളൂ അല്ലേ ഞങ്ങളുടെ പവിത്രമായ ജീവിതം പൂർണ്ണമാകണം എങ്ങനെ ജീവിതം ദേശത്തിന് വേണ്ടി പ്രയത്നിച്ച് ബിൻ ആപ്കെ സഹാരെ കൊച്ചു ഞക്കർപ്പായിരിക്കും പക്ഷേ ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ അല്ലയോ പരമേശ്വർ അവിടുത്തെ അനുഗ്രഹമില്ലെങ്കിൽ എന്താണ് ഈ പിന്നെ ഞങ്ങൾക്ക് ഇതിനൊന്നും സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് देखो सहोदर मीनिंग देखो मीनिंग शब्द सहोदर मीन्स भाई सहोदर भाई ब्रदर नेह मीन्स प्यार या प्रेम पुनीत पुनीत पवित्र पुनीत पवित्र मद घमंड घमंड मीन्स अहंकारम मद घमंड उपकार भलाई നല്ലത് നല്ല ചെയ്തു അല്ലെ ഹെൽപ്പ് ചെയ്തു സഹായം ചെയ്തു അങ്ങനെ ഒത്തിരി മീനിങ് ഉണ്ട് പൂരൻ
पूरन मीन्स पूर्ण। बच्चों एक बात देखो, कविता सेवा में तेरी भारत तन मन लगाएंगे हम, फिर स्वर्ग का सहोदर तुझको बनाएंगे हम। तुझसे जने और तूने ही पालन किया हमारा, उपकार कितने करता क्या क्या गिनाएंगे हम। तेरे ऋणों का बोझ सर पर धरा हमारे, करके प्रयत्न पूरा उसको चुकाएंगे हम। तेरे लिए जिएंगे तेरे लिए मरेंगे, तेरी ही सेवा में एक जीवन बिताएंगे हम। तू स्वर्ग है हमारा, तू सौख्य गृह हमारा. ഇല്ലേ, ഇതൊരു സഹോദരന്മാരുടെ സൗഖ്യം മീൻസ് സഹോദരൻ കൊണ്ട് സുഖം എന്നുള്ള മീനിങ്ങും ഉണ്ട് കേട്ടോ. तुझसे ही नाता नेह अब तो लगाएंगे हम, प्यारे सुमन तिहारे फूट और मद के मारे, बेहोश जो पड़ेंगे उनको जगाएंगे हम. परमेश अब हमें तुम पूरन पुनीत बल दो, बिन आपके सहारे कुछ करना पाएंगे हम. ഈശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കൂ. ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ല ദേശത്തിന് വേണ്ടി സേവ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത്. बच्चों देखो, किसकी सेवा में तन मन लगाने की प्रेरणा दी जाती है. किसकी सेवा में, എന്തിനു സേവ ചെയ്ത് നമ്മുടെ തന്മൻ, നമ്മുടെ ശരീരവും മനസ്സും പ്രാപ്തമാക്കണം എന്നാണ് പറയുന്നത്. അതിനാണ് എന്തിൻ്റെ പ്രേരണയാണ് നൽകുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രേരണയാണ് കൊടുക്കുന്നത്. കിസ്കി സേവാമേം തന്മൻ लगाने की प्रेरणा दी जाती है. देश की सेवा में तन्मन लगाने की प्रेरणा, देश की सेवा में, देश की सेवा में तन्मन लगाने की प्रेरणा दी जाती है. कवि कैसे जीवन बिताना चाहता है. कवि कैसे जीवन എങ്ങനെ ജീവൻ ചെലവഴിക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കവി എന്താണ് പറയുന്നത്? ദേശ് സേവ, ദേശ് കി സേവ, അതായത് ദേശത്തിന് സേവ ചെയ്ത് എന്താണ് ജീവിതം, നമ്മുടെ ജീവിതം ചെലവഴിക്കണമെന്നാണ് പറയുന്നത്. कवि किन्हें जागना चाहता है, सॉरी कवि किन्हें जागना चाहता है जो नींद में, എങ്ങനെയുള്ളവർ ഉണരണമെന്ന് പറയുന്നത്? ഉറക്കത്തിൽ കിടക്കുന്നവർ ഉണർന്ന് അവർ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. പരമേശ്വർ സെ കവി ക്യാ മാംഗ, പരമേശ്വർ ഈശ്വർ, ഈശ്വരനോട് കവി എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താണ് കവി ആവശ്യപ്പെടുന്നത്? പരമേശ്വർ സെ കവിനെ ക്യാ മാംഗ, എന്താണ് ആവശ്യപ്പെടുന്നത്? ഈശ്വരന് എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ആപ്കെ സഹാരെ, അതായത് പറയുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ, സഹാര മീൻസ് സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. സഹോദർ ലേഖോ, അടുത്തത് നോക്കൂ. തൻ പര്യായവാചി ശബ്ദ, പര്യായ ശബ്ദം വരുമ്പോൾ എന്താണ്? गृह, गृह मीन्स भवन, भवन, घर. തൻ, തൻ എന്ന് പറയുമ്പോൾ എന്താണ്? ശരീരം. തൻ എന്താണ്? ഗാർ, ശരീർ. गृह, भवन, घर. तन, गार, शरीर. समानार्थी शब्द, समानार्थी शब्द. मद मीन्स घमंड, मद घमंड. नेह, नेह मीन्स प्रेम, नेह प्रेम. देखो बच्चों, कवि किसकी सेवा में तन मन लगाना चाहता है. कवि किसकी सेवा में, कवि किसकी सेवा में, कवि किसकी सेवा में
कवि किसकी सेवा में तन मन लगाना चाहता है? तन मन लगाना चाहता है, कवि किसकी सेवा में तन मन लगाना चाहता है? എന്ത് സേവയിലാണ് നമ്മുടെ ശരീരവും മനസ്സും സമർപ്പിക്കേണ്ടത്? എന്താണ് പറയുന്നത്? ദേശ് की सेवा में. ആൻസർ എന്താണ്? ആൻസർ ദേശ് की सेवा में. ദേശ് की सेवा में. देखो कवि किसकी सेवा में आंसर ചെയ്യും देश की सेवा में. कवि देश की सेवा में तन मन लगाना चाहता है. कवि देश की सेवा में तन मन लगाना चाहता है. देखो कवि किसकी सेवा में किसकी सेवा അവിടെ നോക്കുക. അപ്പോൾ किसकी सेवा എന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ വരുന്നുണ്ട്. എങ്ങനെ എഴുതും? देश की सेवा में. ബാക്കി എന്ത് എഴുതും? ആൻസർ ഉണ്ട് तन मन लगाना चाहता है. नेक्स्ट कवि क्या क्या गिनाना चाहता है? कवि क्या क्या गिनाना चाहता है? उपकार. आंसर എന്താണ്? चाहता है. आंसर उपकार. कवि क्या क्या गिनाना चाहता है? आंसर क्या मതി? उपकार. कवि क्या क्या गिनाना चाहता है? कवि उपकार गिनाना चाहता है. कवि किस तरह का जीवन बिताना चाहता है? 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 कवि किस तरह का जीवन എങ്ങനെ ജീവിതം ചെലവഴിക്കണം? നമ്മുടെ ലൈഫ് എങ്ങനെ ചെലവഴിക്കണം എന്നാണ് പറയുന്നത്? ആൻസർ പറയുന്നത് ദേശ സേവാമേ. എങ്ങനെയാണ്? ദേശത്തിന് സേവ ചെയ്ത്. ദേശ സേവാമേ. देश सेवा में. कवि किस तरह का जीवन बिताना चाहता है? देश सेवा में. स्वदेश प्रेम नामक कविता किसने लिखा है? स्वदेश प्रेम नामक कविता किसने लिखा है? स्वदेश प्रेम नामक कविता स्वदेश प्रेम नामक कविता किसने लिखा है? स्वदेश प्रेम എന്നുള്ള കവിത ആരാണ് എഴുതിയിരിക്കുന്നത്? മാഖൻലാൽ ചതുർവേദി. മാഖൻലാൽ चतुर्वेदी. देखो स्वदेश प्रेम नामक कविता किसने लिखा है? माखनलाल चतुर्वेदी. स्वदेश प्रेम नामक कविता माखनलाल चतुर्वेदी ने लिखा है. समझे बच्चों? അപ്പം നമ്മൾ നമ്മുടെ ഭാരതത്തിന് വേണ്ടി എന്താണ് സേവ ചെയ്യണം ഇല്ലേ? പിന്നെന്താണ് പറയുന്നത്? അപ്പോൾ ഭാരതത്തിന് വേണ്ടി സേവ ചെയ്യുമ്പോൾ എന്താണ്? ഞങ്ങളെ അതിന് പ്രാപ്തരാക്കണം, അതിനുള്ള ബലം തരണമെന്ന് ഭഗവാനോട് ഈശ്വരനോട് പറയുന്നു. പിന്നെ മാഖൻലാൽ ചതുർവേദിക്ക് പ്രമുഖ രചന माखनलाल चतुर्वेदी जी की माखनलाल चतुर्वेदी की प्रमुख രചനായേ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. രചനായേ ഏതൊക്കെയാണ്?
हिम किरीटी, हिम किरीटिनी, हिम हिम किरीडनी, किरीडनी, हिम किरीडनी, हिम किरीडनी, हिम तरंगिनी, हिम तरंगिनी, हिम तरंगिनी, പിന്നെ പിന്നെ പുഷ്പിकी, പുഷ്പിकी അഭിലാഷ. देखो അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഹിം ഹിം കിരീടനി, ഹിം തരംഗിനി, ഹിമതരംഗിനി, പുഷ്പിकी അഭിലാഷ. पुष्पिकी अभिलाषा, हिम तरंगिनी, हिम किरीटिनी माखनलाल चतुर्वेदी की प्रमुख रचनाएं हैं. उनका जन्म तुम्हें याद है? അദ്ദേഹത്തിന്റെ ജന്മം എവിടെയാണ്? മാഖൻലാൽ ചതുർവേദി की जन्म, उनका जन्म जन्म എവിടെയാണ്? മധ്യപ്രദേശ്. उनका जन्म എവിടെയാണ്? മധ്യപ്രദേശ് में. मध्य प्रदेश में. देखो बच्चों, അദ്ദേഹത്തിന്റെ മാഖൻലാൽ ചതുർവേദി का प्रमुख रचनाएं कौन है? ഹിമതരംഗിനി, ഹിം കിരീടിനി, പിന്നെ എന്താണ്? പുഷ്പിकी അഭിലാഷ. അദ്ദേഹത്തിന്റെ ജനന സ്ഥലം എവിടെയാണ്? മധ്യപ്രദേശിൽ. പിന്നെ किसकी सेवा में तन्मय, क्वेश्चन से एक बात देखो, किसकी सेवा में तन्मय लगाने की प्रेरणा दी जा रही है? देश सेवा में, इले देश सेवा में तन्मय लगाने की प्रेरणा दी जाती है. कवि कैसे जीवन बिताना चाहता है? देश की സേവ करके ജീവൻ बिताना चाहता है. ദേശസേവനം ചെയ്ത് നമ്മുടെ ജീവിതം ചെലവഴിക്കാൻ പറയുന്നു. परमेश्वर से कवि क्या मांगना चाहता है? परमेश्वर से कवि എന്താണ്? अपना പൂരൻ പുനീത് ബൽദോ, പവിത്രമായ ബലം തന്ന എന്താണ്? എല്ലാത്തിലും ഞങ്ങളെ സഹായിക്കാനാണ് കവി പറയുന്നത്. स्वदेश प्रेम के कविता में देश प्रेम के बारे में बताता है. याद है? याद रखो बच्चों. मद मीन, मद का समानार्थी शब्द, मद मीन्स अहंकार, घमंड എന്നുള്ളതാണ് വരുന്നത്. നേഹ് മീൻസ് പ്രേം. അടുത്തത് പിന്നെ പര്യായ ശബ്ദം തൻ. തൻ മീൻസ് എന്താണ്? നമ്മുടെ ശരീരമാണ് അല്ലേ? അപ്പോൾ ശരീർ, ഗാത്. ഗൃഹ് മീൻസ് ഭവൻ, ഘർ. സാഗർ का पर्यायवाची शब्द, സാഗർ മീൻസ് ഓഷ്യൻ ആണ്. സാഗർ का पर्यायवाची എന്താണ്? സമുദ്ര. ഏതെഴുതാം? സമുദ്ര എഴുതാം, സിന്ധു എഴുതാം കേട്ടോ. കവിത മേ സഹോദർ का अर्थ, ഈ കവിത സഹോദർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? എന്താണ്? ഭായി. बच्चों एक बार कविता ध्यान दीजिए. सेवा में तेरी भारत तन मन लगाएंगे हम, फिर स्वर्ग का सहोदर तुझको बनाएंगे हम. तुझसे जने और तूने ही पालन किया हमारा, उपकार कितने करता क्या क्या गिनाए हम. तेरे ऋणों का बोझ सर पर धरा हमारे, करके प्रयत्न पूरा उसको चुकाएंगे हम. तेरे लिए जिएंगे, तेरे लिए मरेंगे, तेरी ही सेवा में एक जीवन बिताएंगे हम. तू स्वर्ग है हमारा, तू सौख्य गृह हमारा, तुझसे ही नाता ने अब तो लगाएंगे हम. प्यारे सुवन तिहारे फूटो मत के मारे, बेहोश जो पड़े हैं उनको जगाएंगे हम. परमेश अब हमें तुम पूरन पुनीत बल दो, बिन आपके सहारे कुछ कर न पाएंगे हम. एक कविता माखनलाल चतुर्वेदी ने लिखा है. बच्चों अच्छी तरह पढ़ो. नमस्ते.